ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്ട്രീറ്റ് വ്ലോഗ്സ്. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു നോയമ്പ് വ്ലോഗാണ്. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് നോയമ്പ് എടുക്കാൻ പോവുകയാണ്. ഞാൻ മാത്രമല്ല, എന്റെ അമ്മയും കൂടെ എടുക്കാൻ പോവുകയാണ്. ഞാൻ നോയമ്പ് എടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മയും കൂടി നോയമ്പ് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഒരു നോയമ്പ് തുറ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലേക്ക് ടപ്പേന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പൊ സമയം 3:30 ഇപ്പൊ അമ്മ രാവിലെ തന്നെ ഫുഡൊക്കെ ഉണ്ടായി. രാവിലെ അമ്മ തേയിലോളം ഉണ്ടാക്കി, അമ്മ ഏത്തക്ക പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങുന്ന, പിന്നെ തേയിലോളം. ഇപ്പൊ സമയം 3:55 അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഭക്ഷണം രാവിലെ കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വലുതായിട്ട് ഇതിന്റെ നോമിന്റെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു. അവനെല്ലാം പറഞ്ഞു തന്നെ അങ്ങനെ രാവിലെ എത്ര മണിക്കാണ് വരുന്നത്. ഇവിടെ ബാങ്ക് വിളിക്കുന്ന കേൾക്കാവും നോക്കാം നമുക്ക് എപ്പോഴാന്ന് 5:10 ആവാൻ പറഞ്ഞത് ബാങ്ക് വിളിക്കുന്നത്. പിന്നെ 6:30 നമ്മള് 6:42 ആവും വൈകിട്ട് ബാങ്ക് വിളിക്കുന്നത്. അന്നേരം അപ്പോഴാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. ഇപ്പൊ അമ്മേന്റെ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നോമ്പ് എടുക്കുന്നത് ഇതുപോലെ തന്നെ. ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുസ്ലിം ഫ്രണ്ട്സ് ഒക്കെ നോയമ്പ് നോക്കുന്നതാണ്. നോമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, പിന്നെ തുപ്പല് പോലും ഇറക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. ഉമ്മനീര് പോലും ഇറക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് പറയുന്നത്. അതാണ് നോയമ്പ്. ഇത്രയും കഠിനമായിട്ടുള്ള നോയമ്പാണ്. അപ്പോ ഈ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് നോയമ്പ് നോക്കി. അന്നേരം അവരെയൊക്കെ സമ്മതിക്കണം കൈസ്. അപ്പൊ നമ്മള് അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നോയമ്പാണ്. ഞങ്ങൾ ഇതുവരെ ഫുഡൊന്നും കഴിക്കാതിരുന്നിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. പക്ഷെ വെളുപ്പിന് എനിക്ക് ക്ഷീണം തോന്നിയില്ല. അലാറം അടിച്ചപ്പോഴേ എണ്ണിച്ചു. എനിക്കില്ല. ബാങ്ക് വിളിക്കുന്നത് 5:10 എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ നോയമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഡെയിലി ലൈഫ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും കയറി കിടന്ന് ഉറങ്ങല്ല, അതല്ല നോയമ്പ്. നമ്മൾ എങ്ങനെയാണോ ഡെയിലി ലൈഫ് പോകുന്നത് അതുപോലെ തന്നെ അങ്ങനെ തന്നെ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നോയമ്പെടുത്ത കാര്യമുള്ളൂ. അപ്പോൾ അതാണ്. ഇപ്പോൾ ഇവിടെ ബാങ്ക് വിളിക്കുന്ന കേൾക്കാമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഒരു 5:10 നമുക്ക് നോക്കാം കൈസ്. അപ്പോൾ അതാണ്. അപ്പോൾ ഇനിയും ഞങ്ങൾ കയറി കിടക്കുകയാണ്. ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ കയറി കിടക്കുകയാണ്. അത് കഴിഞ്ഞ് രാവിലത്തെ കാണാം. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ സമയം രാവിലെ ഇപ്പൊ 10 മണിയായി. ഞാൻ ഇപ്പോഴാണ് എണീക്കുന്നത്. 5:30 കടന്നപ്പോ ഞാൻ 5 മണി തൊട്ട് ബാങ്ക് വിളി കേൾക്കുന്ന നോക്കിയിരിക്കും. പക്ഷെ ഇവിടോട്ട് ഇത്രയും സൗണ്ട് വരുന്നില്ല. അതുകൊണ്ട് ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ് ബാങ്ക് വിളിച്ചെന്ന്. അന്നേരം പിന്നെ കയറി കടന്നതാണ്. ഇപ്പൊ 10 മണിയായി എണ്ണിച്ചപ്പോ വേറെ പ്രശ്നമൊന്നും ഇല്ല. ഉറക്ക കൊണ്ട് കുഴപ്പമില്ല. ഇനി അമ്മയുടെ കാര്യം ചോദിച്ചു നോക്കാം നമുക്ക് എങ്ങനെയാ അനുഭവം. അമ്മ രാവിലെ നേരത്തെ എണ്ണിച്ചു. അമ്മ എങ്ങനെയുണ്ടായിരുന്നു നോയമ്പിന്റെ എക്സ്പീരിയൻസ്? അമ്മ രാവിലെ 6:30 എണ്ണിച്ചിട്ടുണ്ടോ? 6:30 എണ്ണിച്ചു. കുഴപ്പമൊന്നുമില്ല, ജോലിയൊക്കെ ചെയ്യുന്നു, ക്ഷീണമൊന്നുമില്ല. പിന്നെ വെള്ളം കുടിക്കാൻ ഇത് തൊണ്ട ഉണങ്ങുന്നില്ല. ആഹാരം കഴിക്കാൻ ക്ഷീണമൊന്നുമില്ല. ചൂടിന്റെ വെള്ളം കുടിക്കാൻ. അപ്പൊ ഇനിയും വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. ഇനിയും എന്തോ ഡെയിലി ലൈഫ് പോകുന്ന പോലെ പിന്നെ ഇനി നോയമ്പിന്റെ സാധനങ്ങൾ വാങ്ങിക്കണം. നോയമ്പ് തുറക്കാനുള്ള സാധനങ്ങളും ഡേറ്റ്സും തണ്ണിമത്തങ്ങ അതൊക്കെ വാങ്ങിക്കണം. പിന്നെ കുറച്ച് സാധനം ഓർഡറും ചെയ്യണം. 6:45 വിളിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്
ഒരു ചലഞ്ചിങ് വ്ലോഗ് തന്നെയാണ്. പക്ഷെ എന്നാലും ഇതൊരു നോമ്പ് തുറ എക്സ്പീരിയൻസും കൂടാണ്. ഇപ്പൊ സമയം 3 മണി ആവാറായി. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തുവാ, ചെറുതായിട്ട് വിശപ്പുണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് സഹിക്കാനുള്ള ഇതേ ഉള്ളൂ. അത്രയ്ക്കൊന്നും ഇതൊന്നും ആയില്ല. അമ്മ ഇപ്പൊ തുണി മറക്കുകയാണ് മഴ വരുന്നതിന് മുമ്പ്. ഗൈസ്, ഈ നോയമ്പ് നോക്കുന്നത് തന്നെ നമുക്ക് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ആരോഗ്യത്തിനാണേലും മനസ്സിനാണേലും നല്ല ഊർജം കിട്ടും. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒരു നോയമ്പ് ഒന്ന് എടുത്തു നോക്കും. അന്നേരം അതിന്റെ എക്സ്പീരിയൻസ് അറിയാം. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഇതുവരെ നമുക്ക് അതിന്റെ ആ വിശപ്പിന്റെ ആ വില അറിയണം. അതാണ് ഇതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ നോയമ്പുമായിട്ടുള്ളത്. ഗൈസ്, ഇപ്പൊ ഇനി 4:30 ആകുമ്പോഴത്തേന് നമുക്ക് നോയമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന്, ജ്യൂസ് ഒക്കെ ആണെങ്കിൽ തണ്ണിമത്തങ്ങ ജ്യൂസും ഒക്കെ നമുക്ക് സെറ്റ് ആക്കണം. പിന്നെ കുറെ ഓർഡർ ചെയ്ത സാധനമുണ്ട്, അതൊക്കെ വരണം. പിന്നെ നമ്മുടെ ഫ്രണ്ട് വിളിക്കാന്ന് പറഞ്ഞ 6:45 ആകുമ്പോഴത്തേന് ആണ് ബാങ്ക് വിളിക്കുന്നത്. അപ്പൊ അതിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പൊ നമ്മൾ തണ്ണിമത്തങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് കട്ട് ചെയ്ത് പീസാക്കാം. ഗൈസ്, ഇപ്പൊ സമയം 6:35 ഗൈസ്, ഇപ്പൊ ഇതാണ് ഓർഡർ ചെയ്ത സാധനം. ദം ബിരിയാണി വാങ്ങിച്ചു, പിന്നെ തണ്ണിമത്തങ്ങ നമ്മൾ കട്ട് ചെയ്ത്, പിന്നെ ബിസ്ക്കറ്റ്, ഡേറ്റ്സ്, നാരങ്ങ വെള്ളം, പിന്നെ മന്തി വാങ്ങിച്ചു, ആൽഫാം മന്തി. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ നോയമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചത്. ഗൈസ്, ഇപ്പൊ ഇതാണ് നമ്മുടെ നോയമ്പ് തുറക്കാൻ പോകുന്ന ഐറ്റംസ് ഒക്കെ. അപ്പൊ ഇതാണ് നമ്മൾ സമയം ഇപ്പോ 6:41 നോയമ്പ് തുറക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മള് ഡേറ്റ്സ് കഴിച്ചു. ഞങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു 6:41 ആകുമ്പോ ബാങ്ക് വിളിക്കുമെന്ന്. അന്നേരം നമ്മള് ഇത് കഴിക്കും. ഡേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇച്ചിരി വെള്ളം കുടിക്കാം. ഇനി നമുക്ക് ഇച്ചിരി ഫ്രൂട്ട്സോ ബിസ്ക്കറ്റ് ഒക്കെ ആണ് നമ്മളത് കഴിച്ചു. ഗൈസ്, അപ്പൊ നമ്മൾ തണ്ണിമത്തങ്ങ ജ്യൂസ് എടുത്തില്ല. അതിന് പകരം ഫ്രൂട്ട്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിക്കാനാണ്. അതിന് പകരം നമ്മള് നാരങ്ങ വെള്ളമാണ് കുടിക്കുന്നത്. നമ്മൾ നാരങ്ങ വെള്ളം കിടിലം എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യേണ്ടതാണ്. ഒരു ദിവസമെങ്കിലും നിങ്ങൾ നോയമ്പ് നോക്കി ഇതുപോലെ തന്നെ ചെയ്ത അടിപൊളിയാണ്. തണ്ണിമത്തങ്ങ അപ്പൊ നമുക്ക് എന്നാ നമ്മൾ വാങ്ങിച്ച മന്തിയും ബിരിയാണിയും കഴിക്കും. അപ്പൊ ഞാൻ മന്തി കഴിക്കുന്നു, അമ്മ ബിരിയാണി. അമ്മയ്ക്ക് ഇഷ്ടം കൂടുതലും ബിരിയാണി. അപ്പൊ ഞങ്ങള് ഫുഡൊന്നും വേറെ കഴിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാ ഇത്രയും നേരം നോമ്പെടുത്ത് ഇരുന്നപ്പോ പെട്ടെന്ന് ഇത് ഫുഡ് അങ്ങോട്ട് കഴിക്കുമ്പോ നമുക്കൊന്നും കുറെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചു നേരം കഴിഞ്ഞാണ്. കുറച്ചു നേരം വിശ്രമിച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. അമ്മ, പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് നോയമ്പ് നോക്കിയത്, പക്ഷെ നല്ലതായിരുന്നു. ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. ആഹാരം കഴിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ വെള്ളം കുടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്, എന്നാലും കുഴപ്പമില്ല. എനിക്കും ഇച്ചിരി 4-5 മണിയായപ്പോ വെള്ളം കുടിക്കാൻ എനിക്ക് ഇച്ചിരി തൊണ്ടയെല്ലാം കൂടെ ഉണങ്ങി ഇതായി.
അതേ ഉള്ളായിരുന്നു. വേറെ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഇതൊന്നും ഫുഡ് കഴിക്കാൻ നമുക്ക് തോന്നിയില്ല. ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. വെള്ളത്തിനായിരുന്നു എനിക്ക്. ഇപ്പൊ നല്ല ചൂടല്ലേ, അതിന്റെ ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാം നല്ലതായിട്ട് നടന്നു. ഒരു നോയമ്പ് തുറയായിരുന്നു. ഗൈസ്, ഇന്നത്തെ ഈ കൊച്ചു നോയമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഇതുപോലെ വെറൈറ്റി കണ്ടന്റ്സുമായിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ആയുഷ് ആൻഡ് അമ്മ സൈനിങ് ഔട്ട്.